എന്തിനാണ് ഹെൽമെറ്റ്? ഒരു മോട്ടോർ ബൈക്ക് ആക്സിഡൻറ്റിൽ, ഒരു ഫ്രീ ഫോളിൽ നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും ഘനം കൂടിയ അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടിയ നമ്മളുടെ തലയായിരിക്കും ആദ്യം ചെന്ന് തറയിലടിക്കുക. തല തറയിലടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നല്ല സ്പീഡിൽ വന്നിട്ട് തല മറ്റൊരു വണ്ടിയിലിടിക്കുകയോ തറയിലിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് അത്രയും ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂസാണ്. നമ്മൾ മരിച്ചു പോയാൽ ചിലപ്പോൾ ഭാഗ്യം, ഇല്ലെങ്കിൽ ദീർഘനാൾ കിടപ്പിലായി പോകും. ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഹെൽമെറ്റ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഞാൻ കാണുന്നത് പോലീസിനെയും നാട്ടുകാരെയും പറ്റിക്കാൻ വേണ്ടി ഹെൽമെറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനം വെറുതെ തലയിലെടുത്ത് വയ്ക്കും, ബക്കിൾ ചെയ്യില്ല. ഇനി അഥവാ ബക്കിൾ ചെയ്ത ഹെൽമെറ്റ് ആണെങ്കിൽ പോലും അതിനുള്ളിലുള്ള ഇൻറ്റീരിയർ, ആ സ്പോഞ്ച്, കുഷൻ, ഇതൊന്നും പ്രോപ്പറായിരിക്കില്ല. അത്തരം ഹെൽമെറ്റ് ഒരപകടത്തിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. ഒന്ന്, ഹെൽമെറ്റ് ആവണമെങ്കിൽ അത് പ്രോപ്പർ സർട്ടിഫൈഡ്, ആവശ്യത്തിന് ബലമുള്ള, നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ, പ്രൊട്ടക്ഷൻ തരാൻ കപ്പാസിറ്റിയുള്ള ഹെൽമെറ്റ് ആയിരിക്കുകയും വേണം. അത് തലയിൽ വെച്ച് ബക്കിൾ ചെയ്യുകയും വേണം. ഞാനൊരു സുഹൃത്തുക്കളോട് പലരോടും കുറച്ച് ശാസിച്ചും ദേഷ്യപ്പെട്ടും പറയാറുണ്ട്, നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ട് ബക്കിൾ ചെയ്തില്ലെങ്കിൽ അതൊരു തൊപ്പി മാത്രമാണ്. ഒരു തൊപ്പി നിങ്ങളുടെ തലയെ പ്രിവെൻറ്റ് ചെയ്യില്ല. ഒരു ആക്സിഡൻറ്റിൻ്റെ അവസരത്തിൽ ഇതാദ്യം പറന്നു പോകും. പിന്നെ നിങ്ങളുടെ തല ഫ്രീ ആയിട്ട് പോയി എവിടെയെങ്കിലും ഇടിക്കും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഹെൽമെറ്റ് കഴിയുമെങ്കിൽ 1-2 കൊല്ലം കഴിയുമ്പോൾ ഹെൽമെറ്റ് മാറുക. ഒരു പ്രാവശ്യമെങ്കിലും ഹെൽമെറ്റ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് ഹാർഡായിട്ട് എവിടെയെങ്കിലും ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് പിന്നീട് ഉപയോഗിക്കരുത് എന്നാണ് ഓട്ടോമൊബൈൽ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് പറയുന്നത്. ഹെൽമെറ്റ് പൊട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആ ഹെൽമെറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി അതോടുകൂടി പോകും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബൈക്കിനേക്കാളും വിലയുള്ളതാണ് നിങ്ങളുടെ തല. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള, കുറച്ച് പൈസ മുടക്കിയാലും വേണ്ടില്ല, പ്രോപ്പറായിട്ടുള്ള നല്ല കമ്പനിയുടെ സ്റ്റാൻഡേർഡ് ഹെൽമെറ്റ് വയ്ക്കുക. ഹെൽമെറ്റ് ഉപയോഗിക്കുന്ന ചെറിയ ട്രിപ്പാണ്. ചിലർ പറയും, ഇതാ ഇവിടം വരെ പോകുന്നുള്ളൂ. ചേട്ടാ, എവിടം വരെ പോയിക്കോളൂ. നിങ്ങൾക്കൊരു അപകടം ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കുറ്റം കൊണ്ടാവണമെന്നില്ല. ഒരു വെള്ളമൊടിച്ച് വരുന്ന ഒരുത്തൻ അല്ലെങ്കിൽ ഓവർ സ്പീഡിൽ വരുന്ന ഒരു വണ്ടി നിങ്ങളെ തട്ടിയാലും നിങ്ങൾക്ക് അപകടം ഉണ്ടാകും. അപ്പോൾ ദവടം വരെ പോയാലും, ഇവിടം വരെ പോയാലും, ഇനി അഥവാ മൂത്രം ഒഴിക്കാൻ പോകുന്നതാണെങ്കിൽ പോലും, വണ്ടി ഓടിക്കുകയാണോ, അത് ഹെൽമെറ്റ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ പോലും ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുന്ന ശീലമാക്കുക. അവനവൻ്റെ തല പോയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയും. ശ്രദ്ധിക്കുക. അടുത്തത് സീറ്റ് ബെൽറ്റ്. ഈ സീറ്റ് ബെൽറ്റും നിങ്ങളുടെ ഹെഡ് റെസ്ട്രെയിൻറ്റും ചേർന്ന സിസ്റ്റത്തിനാണ് പ്രൈമറി റെസ്ട്രെയിൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, PRS. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു വേർഡ് ഓർമ്മ വരും, SRS എയർ ബാഗ്. നമ്മളുടെ പുതിയ വണ്ടികളിലെല്ലാം ഒരു എയർ ബാഗ് ഇവിടെ ഈ സ്റ്റിയറിംഗ് കൺസോളിലുണ്ടാവും, ഒരു എയർ ബാഗ് ലെഫ്റ്റിലുണ്ടാകും. കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്ന സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കൂടുതലുള്ള വണ്ടികൾക്ക് 6, 7, 8, 10 എയർ ബാഗുകൾ ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. എന്താണ് ഈ SRS എയർ ബാഗ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? SRS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി റെസ്ട്രെയിൻ സിസ്റ്റം എന്നാണ്. രണ്ടാമത്തെ സുരക്ഷാ ഉപകരണം. ആദ്യത്തെ സുരക്ഷാ ഉപകരണം ഏതാണ്? നിങ്ങളുടെ സീറ്റ് ബെൽറ്റും ഹെഡ് റെസ്ട്രെയിൻറ്റ്. ഇത് ഹെഡ് റെസ്റ്റ് അല്ല. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഹെഡ് റെസ്റ്റ് അല്ല. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ തല റെസ്റ്റ് ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. നമ്മൾ തല ജെർക്ക് ചെയ്ത് പ്രാന്തായി പോകും. ഇത് ഹെഡ് റെസ്ട്രെയിൻറ്റ് ആണ്. എന്തിനാണത്? പണ്ട് കാലത്ത്, ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് കൂടുതൽ അംബാസഡർ, ജീപ്പ്, ഫിയറ്റൊക്കെ ആയിരുന്നു നാട്ടിൽ അവൈലബിൾ ആയിരുന്ന കാറുകൾ. ഈ ജീപ്പിൻ്റെയൊക്കെ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ വണ്ടിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ ഡ്രൈവർ മരിച്ചു പോയിട്ടുണ്ടാവും. പ്രധാന കാരണം, ഒരു ആക്സിഡൻറ്റിൽ നമ്മളുടെ ബോഡി ഭയങ്കര സ്പീഡിൽ മുമ്പിലേക്ക് ആയുകയും നമ്മളുടെ ബോഡിയുടെ റിഫ്ലക്സ് സിസ്റ്റം ഈ ബോഡിയെ പുറകോട്ട് വലിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഹെഡ് റെസ്ട്രെയിൻറ്റ് അവിടെ ഇല്ലെങ്കിൽ തല പുറകോട്ട് ഒടിഞ്ഞിട്ട് മരിച്ചു പോകും. പണ്ടത്തെ പ്രായമുള്ള, എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്കോ പെട്ടെന്ന് ഈ കാര്യം മനസ്സിലാവും. അംബാസഡറൊക്കെ പണ്ട് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല,
വണ്ടിക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, ചെറിയ ഇടിയായിരിക്കും, പക്ഷേ ഡ്രൈവറുടെ പെഡൽ ഒടിഞ്ഞിട്ട് മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത്. ഹെഡ് പുറകോട്ട് മടങ്ങുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഹെഡ് റെസ്ട്രെയിൻറ്റ് എന്ന് പേര്. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ബെൽറ്റും ഹെഡ് റെസ്ട്രെയിൻറ്റും ഉൾപ്പെടെയുള്ള പ്രൈമറി റെസ്ട്രെയിൻ സിസ്റ്റം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡറി റെസ്ട്രെയിൻ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ വലിയ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്ന കാറിൻ്റെ എയർ ബാഗുകൾ വർക്ക് ചെയ്യുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സീറ്റ് ബെൽറ്റ് ഇടുന്നത് എന്തിനാണ്? പലരും പോലീസിനെ പേടിച്ചല്ല കേട്ടോ. പോലീസിനെ പേടിച്ച് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുകയേ ചെയ്യരുത്. പോലീസിനെ പേടിച്ചാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്, നിങ്ങൾ ഫൈൻ അടയ്ക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യത്തെയും നിങ്ങളുടെ ജീവനെയുമാണ്. എന്തിനാണ് സീറ്റ് ബെൽറ്റ്? സിമ്പിളായിട്ട് പല ഉത്തരങ്ങളും എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ ട്രാഫിക് ട്രെയിനിങ്സ് എടുക്കാറുള്ള ആളാണ്. പല ഉത്തരങ്ങളും എനിക്ക് കിട്ടാറുണ്ട്. വണ്ടി മറ്റേ ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇടിക്കാതിരിക്കാൻ, മുഖം ഇടിക്കാതിരിക്കാൻ, നെഞ്ചിടിക്കാതിരിക്കാൻ, വണ്ടിയിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ, ഒരുപാട് ഉത്തരങ്ങൾ. കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഈ കൊച്ചു സീറ്റ് ബെൽറ്റിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, സീറ്റ് ബെൽറ്റ് നിങ്ങളുടെ ബോഡിയെ കാറിൻ്റെ ബോഡിയുമായിട്ട് ഉറപ്പിച്ച് നിർത്തുന്നു. അതായത് നിങ്ങളുടെ ബോഡിയും കാറിൻ്റെ ബോഡിയും ഒന്നാകുന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞുതരാം. കാറിന് ബ്രേക്ക് ഉണ്ട്, നിങ്ങൾക്കില്ല. അപ്പോൾ സഡനായിട്ട് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയോ ഒരു സഡൻ ബ്രേക്ക് ചെയ്യുകയോ ഗട്ടറിൽ ചാടുകയോ വണ്ടി വെട്ടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾ വണ്ടിക്കുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാനും വണ്ടിക്കുള്ളിൽ നിന്ന് ഒരു ആക്സിഡൻറ്റ് കേസിൽ പുറത്തേക്ക് തെറിച്ചു പോകാനും സാധ്യതയുണ്ട്. ഒരു ആക്സിഡൻറ്റിൽ ഫ്രണ്ടിലെ ചില്ല് തകർന്ന് നിങ്ങൾ വണ്ടിക്ക് നിന്നും പറന്ന് പുറത്തേക്ക് പോകുന്നൊരവസ്ഥ നിങ്ങളെ മരണത്തിലെത്തിക്കുന്നു. കാരണം ഈ പറന്ന് പുറത്തു പോകുന്ന ആൾ ആദ്യം ഇടിക്കുക തലയായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ ബോഡിയെ കാറിൻ്റെ ബോഡിയായിട്ട് ചേർത്ത് നിർത്തുന്നതിലൂടെ കാറിൻ്റെ ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിക്കും ബ്രേക്ക് ആവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിലേ എയർ ബാഗ് വർക്ക് ചെയ്യുള്ളൂ. സീറ്റ് ബെൽറ്റ് ഇല്ലാതെ എയർ ബാഗ് വർക്ക് ചെയ്താൽ ആ എയർ ബാഗിൽ ചെന്ന് നിങ്ങളുടെ ചെസ്റ്റ് ഇടിച്ച് വാരിയിൽ ഒടിഞ്ഞ് മരിച്ചു പോകും. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. എയർ ബാഗുള്ള വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് നിങ്ങളുടെ മരണത്തിലേക്ക് തന്നെ നയിക്കും. അതും ശ്രദ്ധിക്കണം. അടുത്ത പ്രധാന കാര്യം, സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത് ഒരു വണ്ടി ഒരു ആക്സിഡൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു സഡൻ ബ്രേക്കിലൂടെയോ 1 മീറ്ററിനോ 2 മീറ്ററിനോ ഇടയിൽ ഡിസ്റ്റൻസിൽ നിൽക്കേണ്ടി വന്നാൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടിയാണെങ്കിൽ അതിലിരിക്കുന്ന നിങ്ങൾക്ക് 50 കിലോ ഭാരമുണ്ടെങ്കിൽ, മിക്കവാറും അതിൽ കൂടുതൽ ഭാരമുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ 50 കിലോ ഭാരമുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ വരാൻ പോകുന്ന ഫോഴ്സ്, ആ സഡൻ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ വരാൻ പോകുന്ന ഫോഴ്സ് അപ്രോക്സിമേറ്റ്ലി ഏതാണ്ട് 12 ടൺ ആയിരിക്കും. എൻ്റെ സുഹൃത്തെ, 12 ടൺ പോയിട്ട് 1 ടണ്ണ് പോലും താങ്ങാനുള്ള ശക്തി നമ്മളുടെ ഈ പാവം പെഡലിക്കില്ല. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാത്ത നിങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആവുകയും 1 മീറ്ററിനുള്ളിൽ നിൽക്കുന്നൊരവസ്ഥ വരികയും ചെയ്താൽ നിങ്ങളുടെ പെഡല് പിന്നെ ഉണ്ടാവില്ല, ഒടിഞ്ഞ് കയ്യിലിരിക്കും. അതിനു വേണ്ടിയാണ് സീറ്റ് ബെൽറ്റ്. ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ തലയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഹെൽമെറ്റ് എന്നതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ പെഡലിയെയും പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സീറ്റ് ബെൽറ്റ്. സോ ബി വെരി കെയർഫുൾ. തല പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ല ഹെൽമെറ്റ് യൂസ് ചെയ്യുക, ഹെൽമെറ്റ് ബക്കിൾ ചെയ്യുക, ആൻഡ് സീറ്റ് ബെൽറ്റ് യൂസ് ഇറ്റ്. ബെൽറ്റ് യുവർ ലൈഫ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്കും ഷെയറൊക്കെ വാരിക്കോരി തരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.